3x3 മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസും ഐഗൺ വെക്ടേഴ്സും കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഈ ക്ലാസ്സിൽ നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് നെക്സ്റ്റ് ടോപ്പിക്കിലേക്കാണ്, ഡയഗണലൈസേഷൻ. തീർച്ചയായിട്ടും നമുക്ക് 7 മാർക്കിന്റെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഡയഗണലൈസേഷൻ ഓഫ് എ മെട്രിക്സ്. ശ്രദ്ധിച്ചിരിക്കണേ, ഡയഗണലൈസേഷൻ നമുക്ക് പ്രധാനമായിട്ടും 2 രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ 2 ടൈപ്പ് ഡയഗണലൈസേഷൻ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒന്ന് സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ. രണ്ട് ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ. സോ അപ്പോൾ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷനും ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ആദ്യം പഠിക്കണം. ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സിമെട്രിക് ആയിട്ടുള്ള മെട്രിക്സുകൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ശ്രദ്ധിക്കുക, ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷന്റെ പ്രത്യേകത എന്താണ്? ആപ്ലിക്കബിൾ ഓൺലി ഫോർ സിമെട്രിക് മെട്രിക്സ്. സിമെട്രിക് ആയിട്ടുള്ള മെട്രിക്സുകൾക്ക് മാത്രമേ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? A = A ട്രാൻസ്പോസ് ആവുന്ന മെട്രിക്സുകളെയാണ് നമ്മൾ സിമെട്രിക് മെട്രിക്സ് എന്നുള്ള പേരിട്ട് വിളിക്കുന്നത്. സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷന്റെ പ്രത്യേകത, ഏത് ടൈപ്പ് മെട്രിക്സുകൾക്ക് വേണമെങ്കിലും നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഓക്കെ, ആപ്ലിക്കബിൾ ഫോർ എനി ടൈപ്പ് ഓഫ് മെട്രിക്സ്. ആപ്ലിക്കബിൾ ഫോർ എനി മെട്രിക്സ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഏത് ടൈപ്പ് ഓഫ് മെട്രിക്സിന് വേണമെങ്കിലും നമുക്ക് സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പവർ ഓഫ് എ മെട്രിക്സ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ്, ഫൈൻഡ് പവർ ഓഫ് എ മെട്രിക്സ്. അപ്പം പ്രധാനമായിട്ടും ഡയഗണലൈസേഷൻ എന്ന് പറയുന്ന പ്രൊസീജിയറിന്റെ, അല്ലെങ്കിൽ ഡയഗണലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന്റെ ഏറ്റവും പ്രാധാന്യാർഹിതമായ ആപ്ലിക്കേഷൻ ഏതാണ് എന്ന് നിങ്ങളോട് ഒരാൾ ചോദിച്ചാൽ ഒരു മെട്രിക്സിന്റെ പവർ കണ്ടുപിടിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് പവർ ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിന്റെ പവർ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ഇനിയിപ്പം ഡയഗണലൈസ് ചെയ്ത് കിട്ടുന്ന ഉത്തരം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ ജനറലി ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത്. ഒരു എ എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ ഡയഗണലൈസ് ചെയ്ത് ഡയഗണൽ മെട്രിക്സ് ആയിട്ടുള്ള ഡി കണ്ടുപിടിക്കുന്നു. ഓക്കെ, എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ് ആണ് λ1, λ2, λ3 എന്ന് വിചാരിക്കുക. ഞാൻ ഡയഗണലൈസേഷൻ ചെയ്യുന്നു, എനിക്ക് ഡയഗണൽ മെട്രിക്സ് ഡി കിട്ടുന്നു. ഈ കിട്ടുന്ന ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത് ഈ ഐഗൺ വാല്യൂസ് പ്രിൻസിപ്പൽ ഡയഗണലായിട്ട് വരികയും ബാക്കിയുള്ള എല്ലാ എലമെന്റ്സ് 0 ആവുകയും ചെയ്യുന്ന മെട്രിക്സ് ആണ് ഡയഗണലൈസ് ചെയ്ത് കിട്ടുന്ന മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഡയഗണൽ മെട്രിക്സിന്റെ പ്രത്യേകത എന്താണ്? പ്രിൻസിപ്പൽ ഡയഗണൽ എലമെന്റ്സ് മാത്രമേ നോൺ 0 ആയിട്ട് ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ള എല്ലാ എലമെന്റ്സും എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് ഡയഗണൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാ എലമെന്റ്സും 0 ആയിരിക്കും. സോ ഡയഗണലൈസ് ചെയ്ത് കിട്ടുന്ന മെട്രിക്സിൽ ഡയഗണൽ ആയിട്ട് ഈ ഐഗൺ വാല്യൂസ് λ1, λ2, λ3 വരും, ബാക്കിയുള്ള എലമെന്റ്സ് എല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, 2/2 ആണെങ്കിൽ എന്താണ്? λ1, λ2, 0, 0 വരും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനിയിപ്പോൾ ഈ ഡയഗണലൈസ് ചെയ്യാനുള്ള വർക്കിംഗ് റൂളാണ് പഠിക്കേണ്ടത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ ആണ്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതിന്റെ അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ. സോ അപ്പോൾ നമുക്ക് സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷന്റെ വർക്കിംഗ് റൂൾ എന്താണെന്നുള്ളത് നോക്കാം. സോ അപ്പോൾ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷന്റെ വർക്കിംഗ് റൂൾ ആണ്. ശ്രദ്ധിച്ചിരിക്കണേ, വർക്കിംഗ് റൂൾ എന്ന് പറയുന്ന സ്റ്റെപ്സ് തന്നെയാണ്. ഏതൊക്കെ സ്റ്റെപ്സ് ഉപയോഗിച്ചാണ് നമ്മൾ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് ഡയഗണലൈസ് ചെയ്യുന്നത്? ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ ഡയഗണലൈസ് ചെയ്യാനുള്ള സ്റ്റെപ്സ് ആണ് നമ്മൾ വർക്കിംഗ് റൂൾ എന്ന് പറയും. ശ്രദ്ധിച്ചിരിക്കുക, വർക്കിംഗ് റൂൾ. ഓക്കെ, സോ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതണം, അല്ലേ? ഫോം ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഒരു മെട്രിക്സ് നമുക്ക് കിട്ടും, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഡിറ്റർമിനന്റ് A - λI = 0 എഴുതണം. നെക്സ്റ്റ് ഫൈൻഡ് ഐഗൺ വാല്യൂസ്. എന്ത് കണ്ടുപിടിക്കണം? ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പ് ഫൈൻഡ് ഐഗൺ വെക്ടേഴ്സ്. എന്ത് കണ്ടുപിടിക്കണം? ഐഗൺ വെക്ടേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത്രയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, അല്ലേ? നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഐഗൺ വെക്ടേഴ്സ് x1, x2, x3 ആണെന്നിരിക്കട്ടെ, 3/3 കേസിൽ. ഓക്കെ,
ശ്രദ്ധിച്ചിരിക്കുക, ഐഗൺ വെക്ടേഴ്സ് എന്ന് പറയുന്നത് x1 x2 x3 ആണെന്നുള്ളത് ഇരിക്കട്ടെ. 2/2 ആണെങ്കിൽ എന്താണ് x1 x2. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോം മോഡൽ മെട്രിക്സ്. എന്ത് ഫോം ചെയ്യണം? മോഡൽ മെട്രിക്സ് ഫോം ചെയ്യണം. അതാണ് അടുത്ത സ്റ്റെപ്പ്. മോഡൽ മെട്രിക്സ് എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ പി ആണ്. ശ്രദ്ധിച്ചിരിക്കുക, മോഡൽ മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താണ്? പി. ഈ മോഡൽ മെട്രിക്സ് എന്ന് പറയുന്നത് ഈ x1 x2 x3 കോളം മെട്രിക്സസ് ആണെന്ന് അറിയാം. അത് മൂന്നും കൂടെ ഒറ്റ മെട്രിക്സിനുള്ളിലാക്കുന്നതിനെയാണ് മോഡൽ മെട്രിക്സ് എന്നുള്ള പേരിട്ട് വിളിക്കുക. പി ഇസ് ഈക്വൽ ടു മെട്രിക്സ് x1 x2 x3. ഇതാണ് എന്തെന്ന് പറയുന്നത് മോഡൽ മെട്രിക്സ് എന്നുള്ള പേരിട്ട് വിളിക്കുന്നത്. സോ പി എന്ന് പറയുന്നത് എന്താണ്? മോഡൽ മെട്രിക്സ്. എല്ലാം പുതിയതായിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്, അടിപൊളിയായിട്ട് പഠിക്കണം. ഈ 3 സ്റ്റെപ്സ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അറിയാം. 4ാമത്തെ സ്റ്റെപ്പിൽ എന്ത് ഫോം ചെയ്യണം? മോഡൽ മെട്രിക്സ് ഫോം ചെയ്യണം. മോഡൽ മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? x1 x2 x3. 5ാമത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ ഡയഗണലൈസ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചിരിക്കുക, ഡയഗണലൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻ, അല്ലെങ്കിൽ അതിന് മുൻപ് ഒരു സ്റ്റെപ്പ് നമുക്ക് പറയാം. ഫൈൻഡ് പി ഇൻവേഴ്സ്. പി ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? അഡ്ജോയിന്റ് ഓഫ് പി ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് പി. അഡ്ജ് പി ബൈ ഡിറ്റർമിനന്റ് പി. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ സ്റ്റെപ്പ് നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കാം. കാരണം ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഒരുപാട് സ്റ്റെപ്സ് ആവുന്നുണ്ട്. വീണ്ടും 3/3 മെട്രിക്സ് ഒക്കെ ആണെങ്കിൽ 9 എലമെന്റ്സിന്റെ കോഫാക്ടർ കണ്ടുപിടിച്ച് കോഫാക്ടർ മെട്രിക്സ് എഴുതി ട്രാൻസ്പോസ് എടുത്ത് ഡിറ്റർമിന്റ് കണ്ടുപിടിച്ച് അഡ്ജെ ബൈ ഡിറ്റർമിന്റ് പി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ബുക്ക്ലെറ്റിന്റെ, അതായത് ആൻസർ ഷീറ്റിന്റെ ബുക്ക്ലെറ്റിന്റെ പകുതി നിങ്ങൾ ഈ ചോദ്യം തന്നെ എഴുതിക്കൊണ്ടിരിക്കേണ്ടി വരും. സോ ഇതൊക്കെ എന്ത് യൂസ് ചെയ്യാൻ? കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കണം. ഓക്കെ, ഓരോന്നും എന്തൊക്കെയാണ് കൃത്യമായി സ്റ്റെപ്സ് ഉണ്ടെങ്കിലേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ പർട്ടിക്കുലർലി എന്തൊക്കെ എഴുതണം എന്നുള്ളത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. സോ ഇത് നമുക്ക് നേരിട്ട് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ഇവിടെ സ്റ്റെപ്പ് മാർക്കിന്റെ പ്രശ്നം വരുന്നില്ല. ഓക്കെ, കാരണം ഓൾറെഡി ഒരുപാട് സ്റ്റെപ്സ് മുകളിൽ വരുന്നുണ്ട്. സോ പി ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജ് പി എന്താണ്? അഡ്ജ് പി ബൈ ഡിറ്റർമിന്റ് പി. പക്ഷേ ഈ ഒരു ഫോർമുല തീർച്ചയായിട്ടും എഴുതണം. ദെൻ ഫൈനൽ സ്റ്റെപ്പിലാണ് നമ്മൾ ഡയഗണലൈസ് ചെയ്യുന്നത്. നമ്മുടെ അവസാനത്തെ സ്റ്റെപ്പ് ഇത് 1 2 3 4 5 6ാമത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ ഡയഗണലൈസ് ചെയ്യുന്നത്. ഡയഗണൽ മെട്രിക്സ് ഡി ഇസ് ഈക്വൽ ടു, ഇപ്പോൾ ഡയഗണലൈസ് ചെയ്ത് കിട്ടുന്ന മെട്രിക്സ് ഞാൻ ക്യാപിറ്റൽ ഡി എന്ന് വിളിക്കുകയാണ്. ആൻഡ് ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ യൂസിംഗ് ദ ഇക്വേഷൻ പി ഇൻവേഴ്സ് എ പി. ഡയഗണൽ മെട്രിക്സ് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താണ്? പി ഇൻവേഴ്സ് എ പി. ഓക്കെ, എ എന്ന് പറയുന്ന ഗിവൺ മെട്രിക്സ് ആണ്. അത് ഡയഗണലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? പി ഇൻവേഴ്സ് എ പി ഉപയോഗിച്ചാണ് ഡയഗണലൈസ് ചെയ്യുന്നത്. സോ പി ഇൻവേഴ്സിന്റെ പ്ലേസിൽ നമ്മൾ കണ്ടുപിടിച്ച പി ഇൻവേഴ്സും, എയുടെ പ്ലേസിൽ നമ്മുടെ ചോദ്യവും, പിയുടെ പ്ലേസിൽ ഈ മെട്രിക്സും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് കിട്ടുന്നത് 3/3 കേസ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും കിട്ടുക? ഡയഗണലി λ1 λ2 λ3. ബാക്കിയുള്ള എല്ലാ എലമെന്റ്സും എന്തായിരിക്കും? സീറോസ് ആയിരിക്കും. ഓക്കെ, 3/3 കേസ് ആണെങ്കിൽ. 2/2 കേസിലാണെങ്കിൽ എങ്ങനെയാണ് വരിക? λ1 λ2. ക്ലിയർ ആണല്ലോ? സോ ഇതാണ് എന്തെന്ന് പറയുന്നത് സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷന്റെ വർക്കിംഗ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റെപ്സ് ഒന്ന് പെട്ടെന്ന് ഓർത്തെടുത്താലോ. ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതണം. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷന്റെ സഹായത്തോടു കൂടി ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കണം. ഐഗൺ വാല്യൂസിന്റെ സഹായത്തോടു കൂടി ഐഗൺ വെക്ടേഴ്സ് കണ്ടുപിടിക്കണം. അതിനുശേഷം മോഡൽ മെട്രിക്സ് എഴുതണം. അതിനുശേഷം മോഡൽ മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അതിനുശേഷം ഡയഗണലൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഫോർമുല പി ഇൻവേഴ്സ് എ പി എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചാണ് ഡയഗണലൈസ് ചെയ്യുന്നത്. സോ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ബോക്സ് ചെയ്തിടുക കേട്ടോ. ഈ ഒരു ഇക്വേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്, അത് ബോക്സ് ചെയ്തിടുക. ഓക്കെ, അപ്പോൾ ഇക്വേഷൻസ് ഒക്കെ എഴുതി ബോക്സ് വരച്ചിടുന്നത് ഈവൻ ആൻസർ ചെയ്യുമ്പോഴും വളരെ നല്ലതാണ്. നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്ക് മേ ബി മിസ്റ്റേക്സ് വരാം. അപ്പോൾ എവിടെയെങ്കിലും ഇടയ്ക്കെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോർമുലയുടെ മാർക്ക് കിട്ടും. അപ്പോൾ അതാണ് ഫോർമുല തീർച്ചയായിട്ടും എഴുതി ബോക്സ് ചെയ്തിടണമെന്ന് പറയുന്നത്. ഓക്കെ, സോ ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ്റെ ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. സോ അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കയറാം. ഒരു 2/2 മെട്രിക്സ് ആണ് നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, നിങ്ങളുടെ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റിൽ പറയുന്ന ഒരു സോൾഡ് എക്സാമ്പിൾ തന്നെയാണ്. ഡയഗണലൈസ് ദ മെട്രിക്സ് എ ഇസ് ഈക്വൽ ടു 5 - 3 6 - 4. അപ്പോൾ ഈ ഒരു മെട്രിക്സ് ഡയഗണലൈസ് ചെയ്യാനാണ് നമ്മളോട് അവർ ആവശ്യപ്പെടുന്നത്. ശ്രദ്ധിക്കുക. യെസ്, അപ്പോൾ ആദ്യത്തെ ജോലി ഐഗൺ മെട്രിക്സ് എ മൈനസ് ലാംഡ ഐ എഴുതി വെക്കുക എന്നുള്ളതാണ്. ഡയഗണലിൽ നിന്ന് ലാംഡ മൈനസ് ചെയ്യുക. 5 - ലാംഡ -3 6 -4 ലാംഡ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ജോലി എന്താണ്? നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഇതെല്ലാം നമ്മൾ ഒരുപാട് ചെയ്തതാണ്. ഓക്കെ, നമ്മുടെ ഒരു എക്സ്പീരിയൻസ് കൂടാനും ഈ ചോദ്യങ്ങളൊക്കെ സഹായിക്കും. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താണ്? ഡിറ്റർമിനന്റ് എ മൈനസ് ലാംഡ ഐ ഇസ് ഈക്വൽ ടു 0. അടുത്ത സ്റ്റെപ്പിൽ ഇതിന്റെ സോൾഡ് ആയിട്ടുള്ള ഇക്വേഷൻ എഴുതുക. 2/2 കേസിൽ ലാംഡ സ്ക്വയർ മൈനസ്
ട്രേസ് ഓഫ് എ ഇൻറ്റു ലാംഡ പ്ലസ് ഡിറ്റർമിനൻ്റ് എ ഈസ് ഈക്വൽ ടു 0. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ട്രേസ് ഓഫ് എ കണ്ടുപിടിക്കുക. ട്രേസ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? ഡയഗണൽ എലമെൻസിൻ്റെ സമ്മ്. 5 പ്ലസ് മൈനസ് 4, 5 മൈനസ് 4, 1. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് അടുത്ത എന്താണ്? ഡിറ്റർമിൻ്റ് എ കണ്ടുപിടിക്കണം. ഡിറ്റർമിൻ്റ് എ എന്ന് പറയുന്നത് എന്താണ്? 5 ഇൻറ്റു മൈനസ് 4 മൈനസ് 20 മൈനസ് 6 ഇൻറ്റു മൈനസ് 3 മൈനസ് 18. സോ മൈനസ് 20 പ്ലസ് 18 ഈക്വൽ ടു മൈനസ് 2. ശരിയാണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡിറ്റർമിൻ്റ് എയും കിട്ടി. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാവരും ആയിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കുക. ശ്രദ്ധിക്കുക, ലാംഡ സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് എക്ക് പകരം എന്ത് കൊടുക്കാം? 1 കൊടുക്കാം. 1 ഇൻറ്റു ലാംഡ എന്ന് പറയുന്നത് എന്താണ്? ലാംഡ പ്ലസ് ഡിറ്റർമിൻ്റ് എ എന്ന് പറയുന്നത് എന്താണ്? -2 ഈക്വൽ ടു എന്താണ്? 0. ഇപ്പോൾ സമ്മും പ്രോഡക്റ്റും എടുക്കാം. രണ്ട് നമ്പേഴ്സ് കൂട്ടുമ്പോൾ -1 ഗുണിക്കുമ്പോൾ -2 വരണം. ശരിയാണല്ലോ. നമ്പേഴ്സ് ഏതൊക്കെയാണ്? സം എന്ന് പറയുന്നത് ലാംഡയുടെ കോയിഫിഷ്യൻറ്റ്, പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ്. സോ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് പറയൂ? 1ഉം -2. ശരിയാണല്ലോ. ആഡ് ചെയ്യുമ്പോൾ -1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2 കിട്ടുന്നുണ്ട്. ഇത് ബുദ്ധിമുട്ടുള്ള ഒരു കാൽക്കുലേറ്ററിൽ കോയിഫിഷ്യൻ്റ് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. സോ ലാംഡ പ്ലസ് 1 ഇൻറ്റു ലാംഡ -2 ഇസ് ഈക്വൽ ടു എന്താണ്? 0. അവിടുന്ന് ലാംഡ ഇസ് ഈക്വൽ ടു -1 കിട്ടും. ലാംഡ ഇസ് ഈക്വൽ ടു 2 കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത്. ഈ ഓരോ ഐഗൺ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഐഗൺ വെക്ടേഴ്സ് കണ്ടുപിടിക്കണം. സോ ലാംഡ ഈക്വൽ ടു -1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോക്കാം. വെൻ ലാംഡ ഇസ് ഈക്വൽ ടു എന്താണ്? -1. നിങ്ങൾ ഈ ഇക്വേഷനിൽ ലാംഡയുടെ പ്ലേസിൽ -1 കൊടുക്കുക. 5 മൈനസ് -1 -3 6 -4 -1 ഇൻറ്റു എന്താണ്? x1 2/2 ആകുമ്പോൾ x1 x2 അല്ലേ? ഈക്വൽ ടു എന്താണ്? 0 0. ക്ലിയർ ആണല്ലോ. എല്ലാം ഓൾറെഡി നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. 5 + 1 എന്താണ്? 6 -3 6 -4 + 1 എന്താണ്? -3 ഇൻറ്റു x1 x2. ഇപ്പോൾ 2/2 ആകുമ്പോൾ തീർച്ചയായും രണ്ട് റോസും സെയിം ആയിട്ടായിരിക്കും വരിക. 0 0. ഓക്കെ. അപ്പോൾ ഏതെങ്കിലും ഒരു ഇക്വേഷൻ ചൂസ് ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു റോ ചൂസ് ചെയ്യാം. ഫസ്റ്റ് റോ ചൂസ് ചെയ്താൽ 6x1 - 3x2 ഈക്വൽ ടു എന്താണ്? 0. ശരിയാണല്ലോ. അവിടുന്ന് 6x1 ഈക്വൽ ടു 3x2 എന്ന് കിട്ടും. 3യും 6ഉം കട്ട് ചെയ്താൽ 2 വരും. അതായത് 2x1 ഈക്വൽ ടു x2 എന്ന് കിട്ടും. x1/x2ൻ്റെ കോയിഫിഷ്യൻ്റ് 1, x2/x1ൻ്റെ കോയിഫിഷ്യൻ്റ് 2. കോയിഫിഷ്യൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിനോമിനേറ്ററിലേക്ക് എടുക്കുക. ക്ലിയർ ആണല്ലോ. ഇത് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ദെൻ ഐഗൺ വെക്റ്റർ കറസ്പോണ്ടിങ് ടു ഐഗൺ വെക്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ഐഗൺ വെക്റ്റർ കറസ്പോണ്ടിങ് ടു ലാംഡ ഇസ് ഈക്വൽ ടു ഐഗൺ വെക്റ്റർ കറസ്പോണ്ടിങ് ടു ലാംഡ ഈക്വൽ ടു -1, x1 ഇസ് ഈക്വൽ ടു 1 2. ക്ലിയർ. സോ അടുത്ത ജോലി എന്താണ്? ലാംഡ ഈക്വൽ ടു 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്റ്റർ കണ്ടുപിടിക്കണം. സോ അപ്പോൾ ഞാൻ ഓൾറെഡി കണ്ടുപിടിച്ച ഐഗൺ വെക്റ്റർ ഞാൻ ഇവിടെ സൈഡിൽ ഒരു ബോക്സിലാക്കി ഇടുന്നുണ്ടേ. ഓക്കെ. ഐഗൺ വെക്റ്റർ ഓൾറെഡി കണ്ടുപിടിച്ച എന്താണ്? x1 ഈക്വൽ ടു 1 2. അപ്പോൾ അടുത്ത ജോലി എന്താണ്? x2 കൂടെ കണ്ടുപിടിക്കണം. ആ x1ഉം x2ഉം കൂടെ വെച്ചിട്ടാണ് മോഡൽ മെട്രിക്സ് എഴുതേണ്ടത്. അപ്പോൾ ഞാൻ തുടച്ച് കളഞ്ഞു കഴിഞ്ഞാൽ സംഭവം കയ്യിൽ നിന്ന് പോയില്ലേ, പിന്നെ ഞാൻ നോക്കിയെടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൈഡിൽ എഴുതിയിട്ടു എന്ന് മാത്രം. ഓക്കെ. സോ അപ്പോൾ നമുക്ക് ലാംഡ ഈക്വൽ ടു 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്റ്റർ കണ്ടുപിടിച്ച് നോക്കാം. സോ അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ലാംഡ ഇസ് ഈക്വൽ ടു 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്റ്റേഴ്സ് കണ്ടുപിടിച്ച് നോക്കാം. ശ്രദ്ധിക്കുക. വെൻ ലാംഡ ഇസ് ഈക്വൽ ടു 2, ലാംഡയ്ക്ക് 2 കൊടുത്താൽ ഈ ഇക്വേഷനിൽ എന്താണ് വരിക? 5 - 2 -3 6 -4 -2. ശരിയാണല്ലോ. ഇൻറ്റു x1 x2 ഈക്വൽ ടു എന്താണ്? 0 0. ക്ലിയർ. ഇതിൻ്റെ ആൻസർ എന്താണ് വരിക? 5 - 2 എന്ന് പറയുമ്പോൾ 3 -3 6 -4 -2 എന്ന് പറയുമ്പോൾ എന്താണ്? -6 ഇൻറ്റു x1 x2 ഈക്വൽ ടു എന്താണ്? 0 0. ശരിയാണല്ലോ. രണ്ട് റോസും സെയിം ആണ്. കാരണം ഫസ്റ്റ് റോവിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സെക്കൻഡ് റോ കിട്ടും. ശരിയല്ലേ? അപ്പം അൾട്ടിമേറ്റ്ലി രണ്ട് റോസും സെയിം ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഏതെങ്കിലും ഒരു റോ ചൂസ് ചെയ്താൽ മതി. ഫസ്റ്റ് റോ ചൂസ് ചെയ്താൽ എന്താണ് വരിക? 3x1 - 3x2 ഈക്വൽ ടു 0. അവിടെ നിന്ന് എന്ത് കിട്ടും? 3x1 ഈക്വൽ ടു 3x2 കിട്ടും. 3 ക്യാൻസൽ ചെയ്താൽ x1 ഈക്വൽ ടു x2 എന്ന് കിട്ടും. x1 ഡിവൈഡഡ് ബൈ x2ൻ്റെ കോയിഫിഷ്യൻ്റ് 1, x2/x1ൻ്റെ കോയിഫിഷ്യൻ്റ് 1. സോ ഐഗൺ വെക്റ്റർ കറസ്പോണ്ടിങ് ടു ലാംഡ ഇസ് ഈക്വൽ ടു, ശ്രദ്ധിച്ചിരിക്കുക, ഐഗൺ വെക്റ്റർ കറസ്പോണ്ടിങ് ടു ലാംഡ ഇസ് ഈക്വൽ ടു
2 ലാംഡ ഈക്വൽ ടു 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ എന്ന് പറയുന്നത് എന്താണ്? x2 ഈക്വൽ ടു x1ന്റെ താഴെയുള്ള നമ്പർ 1, x2ന്റെ താഴെയുള്ള നമ്പർ 1. ഓക്കെ, ഇപ്പൊ രണ്ട് ഐഗൺ വെക്ടേഴ്സ് ആയിട്ടുണ്ട്. x2 എന്ന് പറയുന്നത് ഇപ്പൊ എന്താണ് കിട്ടിയത്? x2 ഇസ് ഈക്വൽ ടു 1 1. യെസ്, ഇപ്പൊ നമ്മുടെ രണ്ട് ഐഗൺ വെക്ടേഴ്സും ഉണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് എഴുതണം? നമ്മുടെ മോഡൽ മെട്രിക്സ് എഴുതണം. ശ്രദ്ധിച്ചിരിക്കുക, മോഡൽ മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? പി എ വിളിക്കുന്ന പേരാണെന്ത്? മോഡൽ മെട്രിക്സ്. പി ഇസ് ഈക്വൽ ടു x1 x2 ആണെന്ന് അറിയാമല്ലോ. പി ഇസ് ഈക്വൽ ടു, എനിക്ക് ആദ്യമേ അതങ്ങ് എഴുതിയേക്കാം. പി ഇസ് ഈക്വൽ ടു x1 x2. ഓക്കെ, ശ്രദ്ധിക്കുക. സോ പി ഇസ് ഈക്വൽ ടു x1 എന്ന് പറയുന്നത് എന്താണ്? 1 2. x2 എന്ന് പറയുന്നത് എന്താണ്? 1 1. സോ ഈ മെട്രിക്സിനെ വിളിക്കുന്ന പേരാണെന്ത്? മോഡൽ മെട്രിക്സ്. ശ്രദ്ധിച്ചിരിക്കുക, ഈ മെട്രിക്സിനെ വിളിക്കുന്ന പേരാണെന്ത്? മോഡൽ മെട്രിക്സ്. അതായത് ഐഗൺ വാല്യൂസിൽ കൂടെ കിട്ടിയ ഉത്തരങ്ങൾ ഒരു മെട്രിക്സ് ഫോമിൽ എഴുതുന്നു എന്ന് മാത്രം. ശരിയാണല്ലോ? ദിസ് മെട്രിക്സ് ഈസ് കോൾഡ് മോഡൽ മെട്രിക്സ്. ഈ മോഡൽ മെട്രിക്സിൻ ഉപയോഗിച്ച് വേണം നമ്മൾ ഡയഗണലൈസ് ചെയ്യാൻ. ശ്രദ്ധിച്ചിരിക്കുക, ഇനി ഡയഗണലൈസ് ചെയ്യുന്ന ഫൈനൽ ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കണേ. ഡി ഇസ് ഈക്വൽ ടു, ഫോർമുല എന്താണ്? പി ഇൻവേഴ്സ് എ പി. ഈ ഫോർമുല എഴുതുന്നതിന് മാർഗമുണ്ട് കേട്ടോ. സോ ഇസ് ഈക്വൽ ടു, ഇനി നമുക്ക് പിയുടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. ശ്രദ്ധിക്കുക, 2/2 മെട്രിക്സ് ആകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും, കാൽക്കുലേറ്ററിന്റെ സഹായം ഇല്ലാതെ തന്നെ. 3/3 ആണ് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. 2/2 കാൽക്കുലേറ്ററിന്റെ സഹായമൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ട്രിക്ക് അറിയാമല്ലേ, 2/2ന്റെ ഇൻവേഴ്സ് പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ട്രിക്ക് അറിയാം. സോ ശ്രദ്ധിക്കുക, പി ഇൻവേഴ്സിന്റെ ഫോർമുല എന്താണ്? അഡ്ജ് പി ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് പി ആണ് ഫോർമുല. അഡ്ജ് പി കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. അഡ്ജ് പിയുടെ ഷോർട്ട് കട്ട് എന്താണ്? ഈ രണ്ട് എലമെന്റ്സ് ഇന്റർചേഞ്ച് ചെയ്യുക. അപ്പോൾ 1 1 ഇന്റർചേഞ്ച് ചെയ്താലും 1 1 തന്നെയാണ്. ഈ രണ്ട് എലമെന്റ്സിന്റെ സൈൻ ചേഞ്ച് ചെയ്യുക. -1 -2. ഡിറ്റർമിന്റ് കൊണ്ട് ഹരിക്കുക. ഡിറ്റർമിന്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പൽ ഡയഗണൽ പ്രോഡക്റ്റ് 1 × 1 1 മൈനസ് ഓഫ് ഡയഗണൽ പ്രോഡക്റ്റ് 2. ശരിയാണല്ലോ? സോ 1 -1 -2 1 ഡിവൈഡഡ് ബൈ -1 എന്ന് വരും. -1 കൊണ്ട് ഹരിച്ചാൽ 1/-1 -1 -1 -1/-1 +1 -2/-1 +2 1/-1 -1. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? പി ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഇപ്പോൾ 2/2ന്റെ കേസിൽ ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ഇൻ കേസ് ഓഫ് 2/2 അല്ലേ? 2/2ന്റെ കേസിൽ അത് നിങ്ങൾ നോട്ടായിട്ട് സൈഡിൽ എഴുതിയിട്ടുള്ളൂ അറിയാത്തവർക്ക്. ശ്രദ്ധിക്കുക, 2/2 മെട്രിക്സിന്റെ ഇൻവേഴ്സ്. ഇപ്പോൾ ജനറലി 2/2 മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? A11 A12 A21 A22. എ ഇൻവേഴ്സിന്റെ ട്രിക്ക് എന്ന് പറയുന്നത് എന്താണ്? ഈ പൊസിഷൻസ് ഇന്റർചേഞ്ച് ചെയ്യുക. A22 മുകളിൽ കൊടുക്കുക, A11 താഴെ എടുക്കുക. ഈ രണ്ട് സൈൻ മാറ്റുക. -A12 ആക്കുക, -A21 ആക്കുക. ഓക്കെ, ഡിവൈഡഡ് ബൈ എന്താണ്? ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ. ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ. ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. ഡിറ്റർമിനന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? A11 A22 -A21 A12. സോ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ 2/2ന്റെ കേസിൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെയാണ് ഞാനിവിടെ ഇൻവേഴ്സ് കണ്ടുപിടിച്ചത്. ഇത് നിങ്ങൾ നോട്ടായിട്ട് എഴുതിയിടുക കേട്ടോ. നോട്ട് എ ഇൻവേഴ്സ് ഇൻ ദ കേസ് ഓഫ് 2/2 മെട്രിക്സ്. ക്ലിയർ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ പി ഇൻവേഴ്സിന്റെ പ്ലേസിൽ എനിക്ക് എന്ത് കൊടുക്കാം? ശ്രദ്ധിച്ചിരിക്കുക, പി ഇൻവേഴ്സിന്റെ പ്ലേസിൽ -1 1 2 -1 -1 1 2 -1 ഇൻറ്റു എ എന്ന് പറയുന്ന നമ്മുടെ ക്വസ്റ്റ്യൻ ഏതാണ്? 5 -3 6 -4. ശരിയാണല്ലോ? 5 -3 6 -4 ഇൻറ്റു പി. നിങ്ങൾ നേരെ തന്നെ എഴുതാം കേട്ടോ, ഞാനും നേരെ തന്നെ എഴുതാം. ഓക്കെ, പി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന സാധനമാണ് അല്ലേ? പി എവിടെ? ഇതാണ് പി. 1 1 2 1 1 1 2 1. ഓക്കെ, ഇത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് ബുദ്ധിമുട്ടാൻ പോകണ്ട. ഇത് കിട്ടാൻ പോകുന്ന ഉത്തരം വേണമെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ മാനുവലായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഫൈനലി കിട്ടാൻ പോകുന്ന ഉത്തരം നമ്മുടെ ഐഗൺ വാല്യൂസ് ഡയഗണലായിട്ട് വരുന്ന ഉത്തരമായിരിക്കും. ശരിയല്ലേ? ആദ്യത്തെ ഐഗൺ വാല്യൂ ഏതായിരുന്നു? λ = -1 ആൻഡ് λ = 2. ഇത് രണ്ടുമായിരുന്നു നമ്മുടെ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത്. ഈ ഐഗൺ വാല്യൂസ് ഡയഗണലായിട്ട് വരും. -1 2. ബാക്കി രണ്ട് എലമെന്റ്സ് എന്തായിരിക്കും? 0. അപ്പോൾ ഇതാണ് ഫൈനൽ ആയിട്ടുള്ള ഉത്തരം. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സ്റ്റെപ്പുകൾ കാണിക്കണം എന്നില്ല, നേരിട്ട് തന്നെ ഫൈനൽ ഉത്തരം എഴുതാം. ഓക്കെ, പക്ഷേ ഈ സ്റ്റെപ്പ് കറക്റ്റായിട്ട് ഉണ്ടായിരിക്കണം. ഈ സ്റ്റെപ്പ് ഉണ്ടെങ്കിലേ നമുക്ക് അതിൻ്റെ മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. സോ മസ്റ്റായിട്ട് വേണ്ട സ്റ്റെപ്സ് ഈ സ്റ്റെപ്പ് ഉണ്ടായിരിക്കണം തീർച്ചയായിട്ടും. ബാക്കിയുള്ള ഞാൻ എഴുതുന്ന സ്റ്റെപ്സ് എല്ലാം തീർച്ചയായിട്ടും വേണം കേട്ടോ. ഞാനിപ്പം ഇവിടെ നിങ്ങൾ പ്രസൻറ്റ് ചെയ്ത് കാണിക്കുന്ന സ്റ്റെപ്സ് ഒക്കെ നിങ്ങൾ തീർച്ചയായിട്ടും എക്സാമിന് എഴുതണം. ഓക്കെ, ഞാൻ തന്നെ ഏറ്റവും റിഫൈൻഡ് ആയിട്ടാണ് ഞാൻ എഴുതുന്നത് തന്നെ.
ചില സ്റ്റെപ്പൊക്കെ അവോയ്ഡ് ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന രീതി തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ 2/2 ചോദിക്കാൻ സാധ്യതയുണ്ട്. ഏറ്റവും സാധ്യത 3/3 ചോദിക്കാനാണ്. സോ അപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് 3/3 പ്രീവിയസ് ചോദിച്ച എനിക്ക് 2-3 വർഷം മുൻപ് 2019 സ്കീം തുടങ്ങിയപ്പോൾ അവർക്ക് ചോദിച്ച ഒരു ചോദ്യം നമുക്ക് ചെയ്ത് നോക്കാം. സോ അടുത്ത ചോദ്യത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ഇവിടെ അഡ്ജ് പി ബൈ ഡിറ്റർമിനൻറ്റ് പി ആണ് കേട്ടോ. അഡ്ജ് പി ബൈ ഡിറ്റർമിനൻറ്റ് പി. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുമല്ലോ. കാരണം നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ നോർമലി നിങ്ങൾക്കറിയാം, നമ്മൾ ക്ലാസ് എടുക്കുമ്പം ഹൗ ടു പ്രസൻറ്റ് എന്നതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹൗ ടു റൈറ്റ് എന്നതിൽ നമ്മൾ അധികം ഫോക്കസ് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ വരുന്ന ചെറിയ എറേഴ്സാണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അത് നിങ്ങളത് തിരുത്തിക്കോണേ. സ്പെല്ലിംഗ് മിസ്റ്റേക്സും എനിക്ക് മേ ബി അങ്ങനെ കുറേ സംഭവിക്കാറുണ്ട്. സോ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. സോ അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3/3 മെട്രിക്സിൻ്റെ ഡയഗണലൈസേഷൻ ആണ്. നമ്മുടെ ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ചോദ്യം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് എഴുതേണ്ടി വരുന്ന ചോദ്യം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് 3/3 മെട്രിക്സിൻ്റെ ഡയഗണലൈസേഷൻ ആണ്. ദ മോസ്റ്റ് ലെങ്തിയസ്റ്റ് പ്രോബ്ലം ഫ്രം ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് നമുക്ക് നിസ്സംശയം പറയാം 3/3 മെട്രിക്സിൻ്റെ ഡയഗണലൈസേഷൻ എന്ന് പറയുന്നത്. സോ തീർച്ചയായും എക്സാമിന് ചോദിക്കുന്നതാണ്. വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, ചെയ്യുന്ന കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കാരണം ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കാനും ഐഗൺ വെക്ടേഴ്സ് കണ്ടുപിടിക്കാനും പ്രൊസീജിയറും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം. അപ്പോൾ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, നമുക്ക് ചെയ്യാൻ സാധിക്കും. സോ അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. പക്ഷെ കുറച്ച് സമയം എടുത്ത് നമ്മൾ എഴുതി കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ എഴുതി കണ്ടുപിടിക്കണമെന്നേ ഉള്ളൂ. മാക്സിമം സ്റ്റെപ്സ് നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ ഉത്തരത്തിലേക്ക് എഴുതാൻ പറ്റുന്ന കുറേ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്ന വഴി പറഞ്ഞു തരാം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കയറാം. ശ്രദ്ധിച്ചിരിക്കണേ. സോ ആദ്യത്തെ ജോലി, നമുക്ക് ആദ്യമത്തെ സ്റ്റെപ്സ് ഒന്നും ഒട്ടും ഒഴിവാക്കാൻ പറ്റില്ല. ആദ്യം തന്നെ ഐഗൺ മെട്രിക്സ് എഴുതണം, A - λI. അപ്പോൾ നിങ്ങൾക്ക് 2-3 പ്രാവശ്യം എഴുതുമ്പോൾ നിങ്ങൾക്ക് സമയം കുറച്ച് എഴുതാൻ സാധിക്കും. അത് തന്നെയാണല്ലോ നമ്മൾ ഇപ്പോൾ എൻട്രൻസ് എക്സാമുകളുടെയൊക്കെ ഒരു വഴി എന്ന് പറയുന്നത് പ്രാക്ടീസാണ്. നിങ്ങൾ തന്നെ 3-4 പ്രാവശ്യം എഴുതി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം എഴുതുമ്പോൾ നിങ്ങൾക്ക് 10 മിനിറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം എഴുതുമ്പോൾ നിങ്ങൾക്ക് 8 മിനിറ്റ് എടുക്കുകയുള്ളൂ. അപ്പോൾ പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന് പറയുന്ന പോലെ കൂടുതൽ പ്രാക്ടീസ് ചെയ്താൽ വളരെ ചെറിയ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നിങ്ങൾ +2 ആയിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കൂ. ഇപ്പം ഞാൻ തന്നെ ഇപ്പം ഈ ഒരു മൊഡ്യൂള് കവർ ചെയ്യാനായിട്ട് ഇപ്പോൾ ഏകദേശം ഇപ്പോൾ 14-ാമത്തെയോ 13-ാമത്തെയോ വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത് അല്ലേ. ഇനിയും കുറേ വീഡിയോസ് ചെയ്യാനുണ്ട് ഈ ഒരു ഒറ്റ മൊഡ്യൂളിന് വേണ്ടി തന്നെ. പക്ഷേ ഈ ഒരു സമയം ഉണ്ടെങ്കിൽ നമുക്ക് +2-ലെയോ അല്ലെങ്കിൽ +1-ലെയോ 5 ചാപ്റ്റേഴ്സ് തീർക്കാം. അപ്പോൾ നിങ്ങൾ 5 മൊഡ്യൂളേ ഉള്ളെന്ന് വിചാരിച്ച് അങ്ങനെ നോക്കണ്ട. ഒരു മൊഡ്യൂളിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. 100 മാർക്കിനാണ് നമ്മൾ എക്സാം എഴുതാൻ പോകുന്നത്. സോ നമുക്ക് അതിൽ തന്നെ ഒരു 40% മാർക്ക് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ജസ്റ്റ് പാസ് മേടിക്കാൻ പറ്റൂ. അത് നിസ്സാരമല്ലെന്ന് ആദ്യമേ തന്നെ മനസ്സിലാക്കുക. നിങ്ങൾക്ക് തന്നെ ആലോചിക്കാം, ചിലപ്പം ഹൈ മാർക്കൊക്കെ വാങ്ങിച്ചു വരുന്ന പിള്ളേർ സപ്ലിമെൻ്ററി എക്സാം എഴുതുന്ന കാഴ്ച നമ്മൾ സ്ഥിരം കാണുന്നതാണ്. സോ അങ്ങനത്തെ ഒരു അവസ്ഥ വരരുത്. നമ്മൾ റെഗുലറായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്ക് തലേദിവസം പഠിച്ചുകൊണ്ടോ 2 ദിവസം മുമ്പ് പഠിച്ചുകൊണ്ടോ ഒരിക്കലും നമുക്ക് ആ ഒരു 40 മാർക്ക് വാങ്ങിക്കുക എന്ന് പറയുന്നത് നിസ്സാരമല്ല. ഇറ്റ്സ് നോട്ട് ഈസി. ഓക്കെ, സോ നമുക്ക് തന്നെ അറിയാം, ഒരു മാനുവലായിട്ടുള്ള ഒരു എറർ സംഭവിച്ചാൽ നമ്മുടെ ഒരു ഐഗൺ വാല്യൂ ഐഗൺ വെക്ടറിൻ്റെ പ്രോബ്ലം തന്നെ ചെറിയ ഒരു എറർ മതി നമ്മുടെ കംപ്ലീറ്റ് മാർക്ക് കയ്യിൽ നിന്ന് പോകാനായിട്ട്. ശരിയല്ലേ? ഒരു മൈനർ കണ്ടുപിടിക്കുന്നത് തെറ്റിയാൽ മതി. സോ അതുകൊണ്ട് തന്നെ ഫോക്കസ്ഡ് ആയിട്ട് ആദ്യം തൊട്ട് തന്നെ പ്രാക്ടീസ്ഡ് ആയിട്ട് പഠിക്കുക എന്ന് തന്നെയാണ് ഒരേ ഒരു സൊല്യൂഷൻ. എങ്കിൽ മാത്രമേ നമുക്കിത് ഹൈ മാർക്കോടുകൂടി ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും ഫോക്കസ്ഡ് ആയിട്ട് ഒരല്പസമയം അതിനുവേണ്ടി മാറ്റി വയ്ക്കുക തന്നെ വേണം. സോ അപ്പോൾ നമുക്ക് A - λI എന്താണെന്നുള്ളത് നോക്കാം. ശ്രദ്ധിക്കുക, A - λI എന്ന് പറയുന്നത് ഡയഗണൽ എലമെന്റ്സിൽ നിന്ന് ലാംഡ കുറച്ചാൽ മതി. 1 - λ 1 1 0 2 - λ 1 -4 4 3 - λ. ഓക്കെ ആണല്ലോ. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഓൾറെഡി നിങ്ങൾക്ക് പ്രൊസീജിയർ അറിയാം. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ അല്ലേ? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഡിറ്റർമിനൻറ്റ് A - λI = എന്താണ്? 0. ഇതിൻ്റെ സോൾഡ് ആയിട്ടുള്ള ഇക്വേഷൻ λ³ - trace of A × λ² പ്ലസ് m11 പ്ലസ് m22 പ്ലസ് m33 ഇൻറ്റു ലാംഡ മൈനസ് ഡിറ്റർമിനൻറ്റ് A = 0. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇനി എന്ത് കണ്ടുപിടിക്കണം? ട്രേസ് ഓഫ് A കണ്ടുപിടിക്കണം. ട്രേസ് ഓഫ് A എന്ന് പറയുന്നത് എന്താണ്? ഡയഗണൽ എലമെന്റ്സ് ആഡ് ചെയ്യുന്നതാണ്. 1 + 2 + 3 3 2 5 1 6. ഇനി m11 പ്ലസ് m22 പ്ലസ് m33 കണ്ടുപിടിച്ച് നോക്കാം. =
M11 എന്ന് പറയുമ്പോൾ 1th പൊസിഷൻ റോയും കോളവും കളഞ്ഞിട്ട് ബാക്കി 2 1 4 3. 2 2 എന്ന് പറയുമ്പോൾ 2th പൊസിഷൻ റോയും കോളവും കളഞ്ഞിട്ട് ബാക്കി 1 1 -4 3. 3 3 എന്ന് പറയുമ്പോൾ 3th പൊസിഷൻ റോയും കോളവും കളഞ്ഞിട്ട് ബാക്കി 1 1 0 2. ക്ലിയർ ആണല്ലോ? സോ ദിസ് ഈസ് ഈക്വൽ ടു 6 - 4 + 3 - -4 + 2 - 0 ഈക്വൽ ടു 6 - 4 എന്ന് പറയുന്നത് 2 പ്ലസ് ഇവിടെ 2 മൈനസുകൾ ചേർന്നിട്ട് എന്താവും? പ്ലസ് ആവും. 4 3 7 പ്ലസ് 2 7 2 9 2 11. ഓക്കെ, നെക്സ്റ്റ് ഇനി എന്ത് വേണം? ഡിറ്റർമിൻ്റ് എ വേണം. ഡിറ്റർമിൻ്റ് എ ഇസ് ഈക്വൽ ടു 1 × 6 - 4 -1 × -1 ഉള്ള റോയും കോളവും കളഞ്ഞാൽ 0 + 4 വരും. -1 × +1 × 0 -8 0 + 8 വരും. ഈക്വൽ ടു 6 - 4 2 -4 + 8. സോ -2 + 8 6 വരും. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ഈ ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലാംഡ ക്യൂബ് മൈനസ് ട്രേസ് ഓഫ് എ എന്ന് പറയുന്നത് 6 ആണ്, ലാംഡ സ്ക്വയർ മൈനസിന്റെ സം എന്ന് പറയുന്നത് 11 ആണ്, ലാംഡ ഡിറ്റർമിൻ്റ് എന്ന് പറയുന്നത് എന്താണ്? 6 ഈക്വൽ ടു എന്താണ്? 0. നിങ്ങൾ കോയിഫിഷ്യൻസ് ആയിട്ടുള്ള 1 -6 11 -6 കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്താൽ ഐഗൺ വാല്യൂസ് കിട്ടുന്നത് 1 2 3 ആയിരിക്കും. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ ജോലി എന്താണ്? ലാംഡ ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ കണ്ടുപിടിക്കണം. അതിനുശേഷം 2ന് കറസ്പോണ്ടിങ് ആയിട്ട്, അതിനുശേഷം 3ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ കണ്ടുപിടിക്കണം. സോ അപ്പോൾ നമുക്ക് അതിന്റെ പ്രൊസീജിയറിലേക്ക് കയറാം. സോ അപ്പോൾ നമുക്ക് ലാംഡ ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ കണ്ടുപിടിച്ച് നോക്കാം. ശ്രദ്ധിക്കുക. സോ വെൻ ലാംഡ ഇസ് ഈക്വൽ ടു 1 എന്താണ് സംഭവിക്കുക? 1 - 1 എന്ന് വരും. 1 - 1 എന്താണ്? 0. 1 1 0. 2 - 1 എന്താണ്? 1 1 -4 4. 3 - 1 എന്താണ്? 2 ഇൻറ്റു x1 x2 x3 ഈക്വൽ ടു എന്താണ്? 0 0 0. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആദ്യത്തെ 2 റോ സെയിം ആണ്. നമുക്കറിയാം വി ഹാവ് ടു ചൂസ് 2 ഡിഫറെൻറ്റ് റോസ്. 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള റോസ് വേണം ചൂസ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് സെക്കൻഡ് റോയും തേർഡ് റോയും ചൂസ് ചെയ്യാം. ഓക്കെ, ഇക്വേഷൻസ് എഴുതുമ്പോൾ എന്താണ് വരിക? 0x1 + 1x2 + 1x3 ഈക്വൽ ടു എന്താണ്? 0. നെക്സ്റ്റ് അടുത്തത് -4x1 + 4x2 + 2x3 ഈക്വൽ ടു എന്താണ്? 0. ക്ലിയർ ആണല്ലോ? സോ ഇക്വേഷൻസ് എങ്ങനെയാണ് വരിക? x1 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ്. അപ്പം x1 പൊത്തി പിടിച്ചാൽ 1 1 4 2 1 1 4 2 ഈക്വൽ ടു x2 എഴുതുമ്പോൾ മൈനസ് കൊടുക്കാൻ മറക്കരുത്. x2 ഡിവൈഡഡ് ബൈ 0 1 -4 2. ശരിയാണല്ലോ? 0 1 -4 2 ഈക്വൽ ടു x3 ഡിവൈഡഡ് ബൈ x3 കൺസിഡർ ചെയ്യുമ്പോൾ 0 1 -4 4 0 1 -4 4. ശരിയാണല്ലോ? ദെൻ ഇത് ഇവാലുവേറ്റ് ചെയ്യുക. x1 ഡിവൈഡഡ് ബൈ 2 -4 വരും ഈക്വൽ ടു -x2 ഡിവൈഡഡ് ബൈ 0 -4 വരും ഈക്വൽ ടു x3 ഡിവൈഡഡ് ബൈ 0 -4. ശരിയാണല്ലോ? സോ ദിസ് ഈസ് ഈക്വൽ ടു x1 ബൈ -2 ഈക്വൽ ടു -x2 ബൈ 4 വരും. 2 മൈനസ് ചേർന്നിട്ട് x3 ബൈ 4 ആവും. ഈ മൈനസ് മുകളിൽ ഇടണ്ട, താഴെ ഇടാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ദെൻ ഇപ്പോൾ എല്ലായിടത്തും 2 എന്ന് പറയുന്ന ഒരു കോമൺ ഫാക്ടർ വരുന്നുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് ത്രൂ ഔട്ട് ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 2 എന്ന് പറയുന്ന കോമൺ ഫാക്ടർ ഒഴിവാക്കി കിട്ടും. കാരണം HCF 1 ആയിരിക്കണം ഐഗൺ വെക്ടറിൽ. നമുക്കറിയാം ഹയസ്റ്റ് കോമൺ ഡിവൈസർ അല്ലെങ്കിൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ, ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്നൊക്കെ പറയുന്നത് 1 ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ത്രൂ ഔട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ് വരിക? x1 ബൈ -1 ഈക്വൽ ടു x2 ബൈ -2 ഈക്വൽ ടു x3 ബൈ 2. ശരിയാണല്ലോ? സോ അപ്പോൾ നമ്മുടെ ഐഗൺ വെക്റ്റർ എന്താണ് വരിക? ഐഗൺ വെക്റ്റർ x1 is equal to -1 -2 2. ഈ 2 മൈനസ് ഒഴിവാക്കണം എന്നുള്ളവർക്ക് ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? 1 2 -2 എന്ന് വേണമെങ്കിൽ എഴുതാം. എങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ നിർത്തുവാണ്. സോ -1 -2 2. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ഐഗൺ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ കണ്ടുപിടിച്ചിട്ടുണ്ട്.
ഇനി അടുത്ത എന്താണ് രണ്ടാമത്തെ ഐഗൺ വാല്യൂ ലാംഡ ഈക്വൽ ടു 2 കറസ്പോണ്ടിങ് ആയിട്ട് ഇതേപോലെ ഐഗൺ വെക്ടർ കണ്ടുപിടിക്കണം. സോ അപ്പോൾ നമുക്ക് അതിൻ്റെ പരിപാടി നോക്കാം. സോ അപ്പോൾ നമ്മുടെ അടുത്ത ജോലി എന്താണ് ലാംഡ ഇസ് ഈക്വൽ ടു 2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടേഴ്സ് കണ്ടുപിടിക്കണം. ശ്രദ്ധിക്കുക. സോ ലാംഡ ഈക്വൽ ടു 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡിൽ എഴുതിയിട്ടുണ്ട്. അവസാനം മോഡൽ മെട്രിക്സ് എഴുതുമ്പോൾ നോക്കാൻ വേണ്ടിയാണ്. ശ്രദ്ധിച്ചിരിക്കണേ. സോ അടുത്ത എന്താണ് വെൻ ലാംഡ ഇസ് ഈക്വൽ ടു 2. ലാംഡയ്ക്ക് 2 കൊടുക്കുമ്പോൾ എന്താണ് വരിക 1 - 2 -1 വരും. 1 1 0 2 - 2 0 വരും. 1 -4 4 3 - 2 1 വരും. ശരിയാണല്ലോ. ഇൻറ്റു x1 x2 x3 ഈക്വൽ ടു എന്താണ് 0 0 0. യെസ്. സോ അപ്പോൾ നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്ത് 2 ഇക്വേഷൻസ് എഴുതണം. ഏതൊക്കെ റോ ചൂസ് ചെയ്യാം? 3 റോസും ഡിഫറൻ്റ് ആണ്. ഏതെങ്കിലും 2 റോ ചൂസ് ചെയ്യാം. ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും ആണ് പ്രഥമ ദൃഷ്ടി എളുപ്പം തോന്നുന്നത് അല്ലേ. ഇവിടെ 4 ഒക്കെ വരുന്നുണ്ട്, ഇവിടെ 1 0 വരുന്നുള്ളൂ. ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും ചൂസ് ചെയ്യാം. ഓക്കെ, ഐ എം ചൂസിങ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റോ. -1 x1 + 1 x2 + 1 x3 ഈക്വൽ ടു 0. 0 x1 + 0 x2 + 1 x3 ഈക്വൽ ടു 0. ഓക്കെ, സോ x1 divided by 1101 1101 equal to -x2 divided by -1101 -1101 equal to x3 divided by -1100 -1100. ക്ലിയർ ആണല്ലോ. സോ x1 divided by ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്താണ് വരിക 1 - 0 equal to -x2 divided by -x2 by -1 into 1 -1 -0 equal to x3 divided by -1 into 0 0 -1 into 0 0. So x1 by 1 equal to -x2 by -1 equal to x3 by 0. Minus cut ചെയ്യാം. x1 by 1 equal to x2 by 1 equal to x3 by 0. So corresponding ആയിട്ടുള്ള ഐഗൺ വെക്റ്റർ ശ്രദ്ധിക്കുക. ഐഗൺ വെക്റ്റർ കറസ്പോണ്ടിങ് ടു ദ ഐഗൺ വാല്യൂ ലാംഡ ഈക്വൽ ടു 2 x2 is equal to 110. ക്ലിയർ ആണല്ലോ. ശ്രദ്ധിക്കുക. x2 എന്താണ് കിട്ടിയത് x2 is equal to 110. ഇനി ഇതേപോലെ അടുത്ത ഐഗൺ വെക്റ്റർ x3 നമുക്ക് കണ്ടുപിടിക്കണം. ലാംഡ ഈക്വൽ ടു 3 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്റ്റർ നോക്കാം നമുക്ക്. സോ അപ്പോൾ നമ്മുടെ അടുത്ത ജോലി എന്താണ് ലാംഡ ഇസ് ഈക്വൽ ടു 3 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. സോ അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ ലാംഡയുടെ പ്ലേസിൽ നമുക്ക് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 - 3 1 1 0 2 - 3 1 -4 4 3 - 3 ഇൻറ്റു x1 x2 x3 ഈക്വൽ ടു എന്താണ് 0 0 0. ക്ലിയർ ആണല്ലോ. മൈനസ് ചെയ്യുമ്പോൾ എന്താണ് വരിക -2 1 1 0 -1 1 -4 4 0 ഇൻറ്റു x1 x2 x3 ഈക്വൽ ടു 0 0 0. ഓക്കെ, 3 റോസും ഡിഫറൻ്റ് ആണ്. ഏതെങ്കിലും 2 റോ ചൂസ് ചെയ്യാം. ഐ എം ചൂസിങ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റോ. ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും ചൂസ് ചെയ്യുമ്പോൾ എന്താണ് വരിക -2 x1 + x2 + x3 ഈക്വൽ ടു 0. അടുത്തത് 0 x1 - x2 + 1 x3 അല്ലേ ഈക്വൽ ടു എന്താണ് 0. ശ്രദ്ധിച്ചിരിക്കുക. x1 divided by 1 1 -1 1 ഈക്വൽ ടു -x2 divided by -2 1 0 1 ഈക്വൽ ടു x3 divided by -2 1 0 -1. ഇപ്പം എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചെന്ന് വിചാരിക്കുന്നു. x1 by 1 1 -1 1 ഈക്വൽ ടു -x2 by -2 1 0 1 ഈക്വൽ ടു x3 by -2 1 0 -1. ശരിയാണല്ലോ. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്താണ് വരിക 1 -1 -x2 by -2 ഈക്വൽ ടു x3 divided by 2 -0. ഓക്കെ, സോ x1 by 2 ഈക്വൽ ടു മൈനസ് ക്യാൻസൽ ആയാൽ x2 by 2 ഈക്വൽ ടു x3 by 2. അപ്പം ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഇവിടെ 2 ആണ്. അത് ഒഴിവാക്കിയിട്ട് 1 ആക്കണം. ത്രൂ ഔട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ x1 by 1 ഈക്വൽ ടു x2 by 1 ഈക്വൽ ടു x3 by 1. ക്ലിയർ ആണല്ലോ. ദെയർഫോർ നമ്മുടെ ഐഗൺ വെക്റ്റർ എന്ന് പറയുന്നത് എന്താണ് x3 is equal to
1 1 1. ഐഗൺ വെക്ടർ x3 ഈക്വൽ ടു എന്താണ് 1 1 1. സോ അപ്പോൾ നമുക്ക് x3 കിട്ടി. x3 എന്ന് പറയുന്നത് എന്താണ് 1 1 1 ആണ് x3. ഈ x1 ഉം x2 ഉം x3 ഉം ഉപയോഗിച്ച് മോഡൽ മെട്രിക്സ് P എഴുതണം. എന്നിട്ട് P ഇൻവേഴ്സ് AP എഴുതുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡയഗണലൈസ് ചെയ്തിട്ടുള്ള ഉത്തരം കിട്ടും. ക്ലിയർ ആണല്ലോ? സോ അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രൊസീജിയർ നോക്കാം. സോ അപ്പോൾ നമ്മുടെ അടുത്ത ജോലി എന്താണ്? മോഡൽ മെട്രിക്സ് ആയിട്ടുള്ള P എഴുതണം അല്ലേ? അപ്പോൾ ഞാൻ x1 x2 x3 ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. മോഡൽ മെട്രിക്സ് ആയിട്ടുള്ള P എങ്ങനെയാണ് എഴുതുക? P ഈസ് ഈക്വൽ ടു, ശ്രദ്ധിച്ചിരിക്കുക, x1 എന്ന് പറയുന്നത് എന്താണ് -1 -2 1 -1 -2 2, x2 എന്ന് പറയുന്നത് എന്താണ് 1 1 0, x3 എന്ന് പറയുന്നത് എന്താണ് 1 1 1. അപ്പോൾ ഇതാണ് നമ്മുടെ മോഡൽ മെട്രിക്സ് P എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് കണ്ടുപിടിക്കണം? P ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. ഞാൻ ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ ഇത് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കണ്ടുപിടിച്ചാണ് കേട്ടോ. കാൽക്കുലേറ്ററിൽ ഈ വാല്യൂ സെൻറ്റർ ചെയ്ത് കൊടുത്ത് മെട്രിക്സ് സേവ് ചെയ്തതിന് ശേഷം A ഇൻവേഴ്സ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് A ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ സാധിക്കും. A എന്നുള്ള മെട്രിക്സിലാണ് ഞാൻ സേവ് ചെയ്തത്. ശ്രദ്ധിക്കുക. അപ്പോൾ ആ രീതിയിൽ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് എന്ത് കണ്ടുപിടിക്കാൻ സാധിക്കും? ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇത് നമ്മൾ മാനുവലായിട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ 9 എലമെന്റ്സിന്റെ കോഫാക്ടേഴ്സ് കണ്ടുപിടിച്ച് കോഫാക്ടർ മെട്രിക്സ് എഴുതി കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്ഫേഴ്സ് എടുത്ത് അഡ്ജോയിന്റ് കണ്ടുപിടിച്ച് ഡിറ്റർമിന്റ് കണ്ടുപിടിച്ച് അഡ്ജോയിന്റിനെ ഡിറ്റർമിന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഒന്നാമത് തന്നെ നമ്മുടെ ന്യൂ ജനറേഷൻ പിള്ളേർ ഇത്ര എഴുതുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം. ഓക്കെ, അതിൻ്റെ കൂടെ അതും കൂടെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വെരി ഡിഫിക്കൽട്ട്. സോ അതുകൊണ്ട് തന്നെ P ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജ് P ബൈ ഡിറ്റർമിന്റ് P എന്നുള്ള ഇക്വേഷൻ ഫോർമുലയെങ്കിലും അറ്റ്ലീസ്റ്റ് എഴുതി വെച്ചിട്ട് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഡയഗണലൈസ് ചെയ്യാനുള്ള ഫോർമുല D ഈസ് ഈക്വൽ ടു P ഇൻവേഴ്സ് AP. ദിസ് ഈസ് ഈക്വൽ ടു P ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ് -1 1 -1 0 4 -3 -1 -2 2 1 ഇൻറ്റു A എന്ന് പറയുന്നത് നമ്മുടെ ചോദ്യം 1 1 1 0 2 1 -4 4 3 ഇൻറ്റു P. P എന്ന് പറയുന്നത് എന്താണ്? ശ്രദ്ധിച്ചിരിക്കണേ. ഇതങ്ങ് തുടച്ചോട്ടെ, ഓൾറെഡി എഴുതി കഴിഞ്ഞല്ലോ നിങ്ങൾ. P എന്ന് പറയുന്നത് എന്താണ്? ഓൾറെഡി നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. P മെട്രിക്സ് മോഡൽ മെട്രിക്സ് എന്ന് പറയും. -1 1 1 -2 1 1 2 0 1. ഓക്കെ, സോ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? നമ്മുടെ ഐഗൺ വാല്യൂസ് ഡയഗണലായിട്ട് വരും. ഇത് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടൊന്നും ഇരിക്കരുത് കേട്ടോ. എക്സാം ഹോളിൽ വെച്ച് നേരെ ആൻസർ അങ്ങ് എഴുതിയാൽ മതി. ഒന്നാമത് തന്നെ ഇത്രയും സ്റ്റെപ്സ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി. സോ ശ്രദ്ധിച്ചിരിക്കുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം ഫൈനൽ ആൻസർ അങ്ങ് അടുത്ത സ്റ്റെപ്പിൽ എഴുതിയാൽ മതി. ഫൈനൽ ആൻസർ എന്താണ്? ഡയഗണലായിട്ട് നമുക്ക് 1 2 3 വരും. 1 2 3 എന്ന് പറയുന്നത് നമ്മുടെ ഐഗൺ വാല്യൂസ് ആണ്. ശരിയല്ലേ? ബാക്കിയുള്ള എല്ലാ എലമെന്റ്സും 0. ഇത് ഓർഡർ തിരിച്ചെഴുതരുത്. കാരണം x1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വാല്യൂ ആദ്യം എഴുതണം, x2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വാല്യൂ രണ്ടാമത്, x3 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വാല്യൂ മൂന്നാമത്. ഈ ഓർഡറിൽ വേണം നമ്മൾ ഐഗൺ വാല്യൂസ് എഴുതാനായിട്ട്. 0 0 0 0 0 0. ഓക്കെ, ദിസ് ഈസ് ദ ഡയഗണൽ മെട്രിക്സ്. ക്ലിയർ ആണല്ലോ? സോ ഇത് സംശയമുള്ളവർക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ. സംശയമുള്ളവർക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ആര് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാനല്ലേ? ഇത്ര എഴുതാൻ തന്നെ വലിയ കാര്യം. സോ അറിയാലോ, ന്യൂ ജനറേഷൻ പിള്ളേർക്ക് പറയുമ്പോഴത്തേക്കിനും ഇത്രയും ഒരു പ്രോബ്ലത്തിന് ഇത്രയും ടൈം കൺസ്യൂം ചെയ്ത് എഴുതാന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. കാരണം നല്ല ക്ഷമ കുറവാണ് അല്ലേ നിങ്ങൾക്ക് പൊതുവേ? മൊബൈൽ ഫോണിൻ്റെ അതിപ്രസരം കൊണ്ട് ക്ഷമ കുറച്ച് കുറവല്ലേ? എങ്കിലും അത്യാവശ്യം സമയമെടുത്ത് നമ്മൾ നല്ല രീതിയിൽ എഴുതി പഠിക്കുക തന്നെ വേണം. ഞാനൊക്കെ 90s കിഡാണ്. അതായത് 2 വർഷത്തിൻ്റെ വ്യത്യാസത്തിൽ 2K കിഡ് ആയില്ല. നിങ്ങളൊക്കെ 2K കിഡ്സ് ആണ്. സോ അടിപൊളിയായിട്ട് എഴുതി പഠിക്കുക, നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചെടുക്കുക തന്നെ വേണം. സോ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ ഡയഗണലൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, സോ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡയഗണലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി എക്സാമിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതിൽ തന്നെ പ്രാധാന്യാതീതമായി നിങ്ങൾ കാണേണ്ടത് ഡയഗണലൈസബിൾ ആണോ എന്നുള്ള ചോദ്യമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അത് എന്തായാലും നിങ്ങൾക്ക് ഒരെണ്ണം പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. സോ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡയഗണലൈസേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ, സീ യു.